ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അർച്ചന ചേച്ചി LLBയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ വിജയ് ശങ്കർ പറയുകയാണ്, ഫോറസ്റ്റ് ഗാർഡനിൽ നമുക്ക് വിവരം അറിയിക്കാം, അവർ വന്ന് അന്വേഷിക്കുമെന്ന് പറയുമ്പോൾ അച്ചമ്മ പറയുകയാണ്, അന്നത് വേഗം ആവട്ടെ വിജയ, നമുക്ക് അങ്ങനെ ചെയ്യാമെന്ന് പറയുമ്പോൾ ചന്ദ്ര പറയുകയാണ്, നമുക്ക് കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്യാം, ചിലപ്പോൾ ചിന്നു വന്നാലോ എന്ന് പറയുകയാണ്. അച്ചും അർച്ചനയും കൂടിയിട്ട് ചിന്നുവിനെ തിരക്കിയിട്ട് കുടുംബക്ഷേത്രത്തിലേക്ക് എത്തുന്നത്. വിജയ് ശങ്കർ പറയുകയാണ്, ചിന്നു നമ്മുടെ കൂടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ടാണ് തോന്നുന്നു അവർ വരുന്നത് എന്ന് പറയുമ്പോൾ രുക്കു പറയുകയാണ്, അതെങ്ങനെ അറിയാനായിട്ടാ എന്ന് പറയുമ്പോൾ മനസ്സിൽ വിചാരിക്കുകയാണ്, ഇനി മഞ്ജു എങ്ങാനും എല്ലാം പറഞ്ഞു കൊടുത്തോ എന്ന്. അപ്പോൾ ആര്യ പറയുകയാണ്, നമ്മൾ എന്തിനാ പേടിക്കുന്നത്, ചിന്നുവിനെ കണ്ടില്ല എന്ന് പറഞ്ഞാൽ പോരെ എന്ന് പറയുമ്പോൾ വിജയ് ശങ്കർ പറയുകയാണ്, ആരും ഒന്നും പറയണ്ട എന്ന്. അപ്പോഴേക്കും അർച്ചനയും അച്ചു എത്തുന്നു. അച്ഛനെ ചിന്നു എവിടെയെന്ന് ചോദിക്കുമ്പോൾ ചന്ദ്ര പറയുകയാണ്, ഞങ്ങൾക്ക് എങ്ങനെ അറിയാനോ, ചിന്നു നിൻ്റെ വീട്ടിലല്ലേ എന്ന് ചോദിക്കുമ്പോൾ അർച്ചന പറയണം, അധികം അടവ് അഭ്യാസമൊന്നും വേണ്ടെന്ന് പറയുന്നു. അപ്പം അച്ചു പറയണേ, ചേച്ചി ഇവരെന്തോ ഒളിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അർച്ചന പിന്നെയും ചിന്നു എവിടെയെന്ന് ചോദിക്കുമ്പോൾ വിജയ് ശങ്കർ പറയണ, ചിന്നു ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടെന്ന് പറയുകയാണ്. ത്തിലേക്ക് ചിന്നു വരണമെന്ന ആഗ്രഹം കാണിച്ചപ്പോൾ ഞങ്ങൾ കൂട്ടിക്കൊണ്ടുവന്നേ ഉള്ളൂ എന്ന് വിജയ് ശങ്കർ പറയുകയാണ്. പിന്നെയും അർച്ചന ചിന്നു എവിടെയെന്ന് ചോദിക്കുമ്പോൾ ചന്ദ്ര പറയണ, അവൾ അപ്പുറത്ത് നാഗത്തറയിൽ വിളക്ക് വെക്കുന്നുണ്ട് പറയുന്നുണ്ട്. അപ്പോൾ അച്ഛൻ ചോദിക്കുന്നുണ്ട്, പിന്നെ നിങ്ങൾ എന്തിനാണ് ആദ്യം കള്ളം പറഞ്ഞതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ശങ്കർ പറയാണ്, അത് എൻ്റെ കൂടി മോളാണ്, എനിക്കറിയാം അവളെ എങ്ങനെ നോക്കണമെന്ന് പറയുമ്പോൾ അർച്ചന പറയുകയാണ്, ഒരു അച്ഛനാണ് ഇത്രയും, നിങ്ങൾ വലിയ തത്വമൊന്നും പറയണ്ട, എൻ്റെ മോളെ ഞാനാണ് ഇതുവരെ അമ്പലത്തിലേക്ക് കൊണ്ടുപോയത്, ഇനി അങ്ങനെ തന്നെ മതി, നിങ്ങളുടെ ആവശ്യമില്ല എന്ന് പറയുകയാണ്. ശേഷം അച്ചുവും അർച്ചനയും കൂടിയിട്ട് നാഗത്തറയുടെ അടുത്തേക്ക് ചിന്നുവിനെ അന്വേഷിച്ച് പോവുകയാണ്. ചിന്നു ആണെങ്കിൽ കാട്ടിനുള്ളിൽ ഒരു കുഴിയിൽ അകപ്പെടുകയാണ്. ചിന്നു അമ്മയെന്ന് വിളിച്ച് കരയുന്നുണ്ട്. അർച്ചനയും അച്ചു ആണെങ്കിൽ ചിന്നുവിനെ കാട്ടിനുള്ളിൽ തിരയുകയാണ്. ചിന്നു എന്ന് വിളിക്കുന്നുണ്ടെങ്കിലും ചിന്നുവിനെ കണ്ടെത്താനായിട്ടില്ല. ാണ് ചേച്ചി ചിന്നുവിനെ ഇവിടെയൊന്നും കാണാനില്ല എന്ന് പറഞ്ഞിട്ട് അർച്ചനയും അച്ഛനും കൂടിയിട്ട് തിരിച്ച് വിജയ് ശങ്കറിൻ്റെ അടുത്തേക്ക് വന്നിട്ട് എൻ്റെ മോൾ എവിടെ എന്ന് ചോദിക്കുകയാണ്. മോൾ എവിടെ, സത്യം പറയേ എന്ന് അർച്ചന പറയുന്നു. അപ്പോൾ സത്യം ചോദിക്കുകയാണ്, ഇതെന്താ എന്ന് ചോദിക്കുമ്പോൾ അർച്ചന പറയണേ, നീ ഇതിൽ ഇടപെടണ്ട, ഇവർ രണ്ടുപേരുമാണ് എനിക്ക് മറുപടി തരേണ്ടതെന്ന് പറയുകയാണ്. ചന്ദ്ര പറയുകയാണ്, ആ പെണ്ണ് വിളക്ക് വെച്ചിട്ട് പോയി കാണുമെന്ന് പറയുമ്പോൾ അർച്ചന പറയുകയാണ്, ഇതിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ നീ നോക്കണ്ട എന്ന് പറയുമ്പോൾ അതിന് ചേച്ചി ഇവർക്ക് നമ്മുടെ ചിന്നു എവിടെയെന്ന് അറിയാമെന്ന് പറയുമ്പോൾ അർച്ചന ചന്ദ്രയുടെ കഴുത്തിൽ പിടിക്കുകയാണ്. സീതമ്മ പറയുന്നത്, ഞാൻ പറയാം, ചിന്നു രുദ്രമൂർത്തിയുടെ അടുത്ത് വിളക്ക് കൊളുത്താൻ പോയതാണ്, അതിനുശേഷം ചിന്നുവിനെ കാണാനില്ല എന്ന് പറയുമ്പോൾ അർച്ചന പറയുകയാണ്, അത് കാടിനുള്ളിൽ അല്ലേ എന്ന് ചോദിക്കുകയാണ്. ചിന്നുവിനെ കാണാതിരുന്നിട്ടാണോ നിങ്ങളെല്ലാവരും ഇവിടെ നിൽക്കുന്ന, എൻ്റെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ ആരും വെറുതെ വിടില്ല എന്ന് പറഞ്ഞിട്ട് അച്ഛനെയും കൂടിയിട്ട് ചിന്നുവിനെ കണ്ടെത്താനായിട്ട് കാട്ടിനുള്ളിലേക്ക് പോവുകയാണ്. പിന്നാലെ തന്നെ സത്യനും വിജയ് ശങ്കറും ചിന്നുവിനെ കണ്ടെത്താനായിട്ട് വരുന്നുണ്ട്. ചിന്നു അമ്മയെന്ന് വിളിച്ച് നിലവിളിക്കുന്നുണ്ട്. അച്ചു അർച്ചന ഇത് കേൾക്കുകയാണ്. ചന്ദ്ര സീതമ്മയോട് ചോദിക്കുകയാണ്, സീതമ്മ എന്തിനാ ഇതെല്ലാം അർച്ചനയോട് പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ സീതമ്മ പറയുകയാണ്, എനിക്കപ്പം അങ്ങനെ പറയാനാണ് തോന്നിയത് എന്ന് പറയാണ്. അപ്പോൾ ചന്ദ്ര പറയണേ, ഇപ്പം എന്തായി എന്ന് ചോദിക്കുമ്പോൾ അമ്മ പറയണേ, ഇപ്പം അതൊന്നല്ല വിഷയം, ചിന്നുവിനെ കണ്ടെത്തുക എന്നുള്ളതാണ്, നീയാണ് അവളെയും കൊണ്ട് പോയത്, അപ്പം നിനക്കാണ് അതിൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയണം. അപ്പം നിങ്ങൾ എന്താ എന്നെ പ്രതിക്കൂട്ടിലാക്കാൻ നോക്കുകയാണോ എന്ന് ചന്ദ്ര സീതമ്മയോട് ചോദിക്കുമ്പോൾ പറയുകയാണ്, അല്ലെങ്കിലും സീതമ്മ എപ്പോഴും അവരുടെ സൈഡാണ് അമ്മയെന്ന് പറയുമ്പോൾ രുക്കു പറയുകയാണ്, നിങ്ങളൊന്നും മിണ്ടാതിരിക്കുക, ചിന്നുവിനെ കാണാത്തത് ഒരു വലിയ കാര്യമാണ്, അത് ആ സമയത്ത് നിങ്ങളിങ്ങനെ വഴക്കൂടലെന്ന് പറയുകയാണ്. ശേഷം അർച്ചനയും അച്ചുവും കൂടിയിട്ട് ചിന്നു നിലവിളിക്കുന്നത് കേട്ട് അങ്ങോട്ട് പോകുമ്പോൾ ചിന്നുവിനെ കാണുകയാണ്. അപ്പോൾ ചിന്നു പറയണ, അമ്മ എന്നെ രക്ഷിക്കുക അമ്മയെന്ന് പറയുന്നു. തൊട്ട് പിന്നാലെ തന്നെ സത്യനും വിജയ് ശങ്കറും കൂടി വരുന്നുണ്ട്. വിജയ് ശങ്കറിനോട് പറയണ, അച്ഛ എന്നെ രക്ഷിക്കുക അച്ഛ എന്ന് പറയുമ്പോൾ പറയണ, എൻ്റെ കുട്ടിയെ രക്ഷിക്കാൻ എനിക്കറിയാം, നിങ്ങളുടെ ആരും സഹായം വേണ്ട എന്ന് പറയുന്നു. അതിനുശേഷം അച്ചു പോയിട്ട് ഒരു നീളമുള്ള വടി എടുത്തിട്ട് വരികയാണ്. ചിന്നുവിന് കൊടുത്തിട്ട് പറയുകയാണ്, ഇതിൽ പിടിച്ച് കയറും മോളെ എന്ന് പറയുന്നുണ്ട്. ചിന്നു കയറാൻ നോക്കുന്നുണ്ടെങ്കിലും
പിടിവിട്ട് ചിന്നു വീഴുകയാണ്. പിന്നെ അച്ചു ആ നീളമുള്ള വടി ചിന്നുവിന് കൊടുക്കുകയാണ്. അതിൽ പിടിച്ചിട്ട് കയറി മോളെ എന്ന് പറയുന്നുണ്ട്. പരിശ്രമത്തിന് ശേഷം ചിന്നുവിനെ ആ കുഴിയിൽ നിന്ന് രക്ഷിക്കുകയാണ്. രക്ഷിച്ചതിന് ശേഷം സത്യം വിജയശങ്കറിനോട് ഏട്ട എന്ന് വിളിച്ചിട്ട് വിജയശങ്കറിനെ വിളിച്ചുകൊണ്ട് പോകുന്നു. അർച്ചനയാണെങ്കിൽ കരഞ്ഞുകൊണ്ട് ചിന്നുവിനെ കെട്ടിപ്പിടിച്ച് കുറേ കരയുന്നുണ്ട്. പെട്ടെന്നാണ് ചിന്നു കുഴഞ്ഞു വീഴുന്നത്. അർച്ചനയും അച്ചു ആകെ പേടിക്കുന്നുണ്ട്. അപ്പോൾ അർച്ചന പറയുകയാണ്, അച്ചു നമുക്ക് വേഗം ചിന്നുവിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാമെന്ന് പറയുകയാണ്. അതേസമയം വിജയശങ്കർ പറഞ്ഞതനുസരിച്ച് പോലീസുകാർ കുടുംബക്ഷേത്രത്തിലേക്ക് വരികയാണ്. ശങ്കർ പോലീസിനോട് പറയുകയാണ്, ഞാനാണ് നിങ്ങളെ വിളിച്ചു വരുത്തിയതെന്ന്. അപ്പോഴേക്കും അർച്ചന വന്നിട്ട് സാർ എൻ്റെ കുട്ടിയെ വേഗം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണമെന്ന് പറയുകയാണ്. പോലീസ് ജീപ്പിലേക്ക് കയറ്റിയതും സീതമ്മ വന്നിട്ട് പറയണേ വിജയശങ്കർ കൂടി വരട്ടെ എന്ന് പറയുമ്പോൾ അർച്ചന പറയണേ വേണ്ട, എൻ്റെ കുട്ടീനെ എനിക്കറിയാം നോക്കാൻ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരാളെയും വെറുതെ വിടില്ല എന്ന് പറഞ്ഞിട്ട് ചിന്നുവിനെയും കൊണ്ട് അർച്ചന പോലീസ് ജീപ്പിൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ്. എന്നോട് അർച്ചന പറയുകയാണ്, നീ ബൈക്കിൽ വായോ, ഞാനിതിൽ പോവാം എന്ന് പറയുകയാണ്. ശേഷം വിജയശങ്കർ എല്ലാവരോടും പറയുകയാണ്, നിങ്ങൾ വീട്ടിലേക്ക് പോയിക്കോ, ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണെന്ന് പറയുമ്പോൾ രുക്കു പറയുകയാണ്, ഞാനും കൂടി വരുന്നുണ്ട് ഏട്ടാന്ന് പറഞ്ഞിട്ട് അവർ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. അതിനുശേഷം ഹോസ്പിറ്റലിൽ അർച്ചനയും കൂടി നിൽക്കുമ്പോൾ ഡോക്ടർ വന്നിട്ട് മോൾക്ക് കുഴപ്പമൊന്നുമില്ല, ബോധം വന്നു, പേടിക്കാനൊന്നുമില്ല, ഒബ്സർവേഷനിൽ കിടക്കട്ടെ എന്ന് പറയുകയാണ്. അപ്പോൾ അർച്ചന പറയണേ എനിക്ക് എൻ്റെ മോളെ ഒന്ന് കാണണമെന്ന് പറയുമ്പോൾ ഡോക്ടർ പറയുകയാണ് ഓക്കെ കാണാം എന്ന് പറയണം. അപ്പോഴേക്കും അവിടേക്ക് വിജയശങ്കർ എത്തുകയാണ്. ഡോക്ടർ എനിക്ക് എൻ്റെ മോളെ ഒന്ന് കാണണം എന്ന് പറയുമ്പോൾ അർച്ചന പറയുകയാണ്, ചിന്മയി എൻ്റെ മോളാണ്, വേറെ ആർക്കും അവളെ കാണാനുള്ള പെർമിഷൻ കൊടുക്കരുതെന്ന് പറയുകയാണ്. വിജയശങ്കറിനോട് ഡോക്ടർ പറയുകയാണ്, ഷീ ഈസ് ഓൾ റൈറ്റ്, ചിന്നുവിന് കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ വേറെ ഒരു ഇഷ്യൂ ഉണ്ടാക്കരുതെന്ന് പറയുകയാണ്. ണെങ്കിൽ വിജയശങ്കറിനെ എൻ്റെ മോളെ കാണരുതെന്ന് പറഞ്ഞിട്ട് അപമാനിച്ച് വിടുകയാണ്. അതിനുശേഷം ചന്ദ്രകാന്തം കാണിക്കുകയാണ്. ചന്ദ്ര പറയുകയാണ്, ആ പെണ്ണ് മനഃപൂർവ്വം ഇതൊക്കെ ചെയ്തതായിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറയുമ്പോൾ സത്യം പറയുകയാണ്, എനിക്ക് അങ്ങനെ തന്നെ തോന്നുന്നത് എന്ന് പറയുന്നു. വിമൽ ചോദിക്കുന്നുണ്ട്, ചിന്നുവിൻ്റെ അടുത്ത് ആ സമയം ഫോൺ ഉണ്ടായിരുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ ആർക്കറിയാം എന്ന് പറയുകയാണ്. അപ്പോഴാണ് അവിടേക്ക് വിജയശങ്കറും രുക്കുവും കൂടി ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചെത്തുന്നത്. ചന്ദ്ര വിജയശങ്കറിനോട് പോയിട്ട് എന്തായി എന്ന് ചോദിക്കുമ്പോൾ വിജയശങ്കർ ദേഷ്യപ്പെട്ട് റൂമിലേക്ക് പോവുകയാണ്. അതിനുശേഷം രുക്കു പറയുകയാണ്, ചിന്നുവിന് കുഴപ്പമൊന്നുമില്ല, റെസ്റ്റ് വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചിന്നുവിനെ കണ്ടോ എന്ന് ചന്ദ്ര ചോദിക്കുമ്പോൾ രുക്കു പറയുകയാണ്, കണ്ടില്ല, അർച്ചന ചേച്ചി കാണാൻ സമ്മതിച്ചില്ല എന്ന് പറഞ്ഞിട്ട് രുക്കു അങ്ങനെ പോവുകയാണ്. ദിവസം അർച്ചന ചിന്നുവിനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് വരുന്നുണ്ട്. ഓട്ടോന് ക്യാഷും കൊടുത്തിട്ട് അർച്ചന ദേഷ്യത്തോടെ വീട്ടിനുള്ളിലേക്ക് കയറി പോകുന്നു. അതേസമയം മഞ്ജു വരികയാണ്. മഞ്ജു പേടിച്ചുകൊണ്ടാണ് വരുന്നത്. വന്നിട്ട് ചിന്നുവിനോട് ചോദിക്കുകയാണ്, മോളെ എന്താ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുകയാണ്. മോളുടെ അമ്മ എന്തെങ്കിലും അറിഞ്ഞോ, ഞാനാണ് മോളെ പോകാൻ സഹായിച്ചതെന്ന് അറിഞ്ഞോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ചിന്നു പറയണേ ഇല്ല, ഞാനൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയുകയാണ്. അപ്പോൾ മഞ്ജു പറയണ, മോള് പറയരുത്, ഞാനാണ് മോളെ പോകാൻ സഹായിച്ചതെന്ന് പറഞ്ഞാൽ ഇവിടെ നല്ല പ്രശ്നം ഉണ്ടാവും, അതുകൊണ്ട് മോളൊന്നും പറയരുത് എന്ന് പറയുമ്പോൾ ചിന്നു പറയണ, അമ്മയ്ക്ക് എന്നോട് ദേഷ്യമാണെന്ന് തോന്നുന്നു, പറയാതെ പോയതിന് എന്നോട് മിണ്ടുന്നില്ല എന്ന് പറയുമ്പോൾ മഞ്ജു പറയണ, അതൊന്നും കുഴപ്പമില്ല, അതൊക്കെ കുറച്ച് കഴിയുമ്പോൾ ശരിയായിക്കോളും എന്ന് പറഞ്ഞിട്ട് മഞ്ജു ചിന്നുവിനെ വിളിച്ച് വീട്ടിനുള്ളിലേക്ക് പോവുകയാണ്. ഇതേ സമയം അർച്ചനയെ കാണിക്കുകയാണ്. അർച്ചന വെള്ളം കുടിച്ചുകൊണ്ട് ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ നിൽക്കുകയാണ്. ഇതോടുകൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.